നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. വിഷുഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. ഉത്രാടം നക്ഷത്രം. വിഷുഫല ചിന്തനയിൽ ഉത്രാടം നക്ഷത്രം ഈ വർഷം ആദ്യ ഷൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷുഫലം ഗുണകരമാണ്. ചാരവശാൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന കാലമാകുന്നു. കർമ്മരംഗത്തെ നേട്ടങ്ങൾക്ക് ഇടയുള്ള സമയമാണ്. അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കണം. ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായിരിക്കുന്ന പുരോഗതിയും സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷനും ഫലമാണ്. ഭൂമിയോ വീടോ സ്വന്തം അധീനതയിൽ വന്നു ചേരുന്ന ഒരവസ്ഥയും വന്നു ചേർന്നേക്കാം. കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് തർക്കങ്ങളൊക്കെ ഇടയുള്ളത് കൊണ്ട് തന്നെ മുൻകോപം നിയന്ത്രിക്കണം. വിലപ്പെട്ട ചില രേഖകളോ ആഭരണങ്ങളോ കൈവശം വന്നു ചേരാം. പ്രത്യേക അധികാരങ്ങൾ കൈയാളുവാനുള്ളതായിരിക്കുന്ന അവസരങ്ങളും ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും യാത്രാഗുണവും ഫലമാകുന്നു. വിവാഹ വിഷയത്തിൽ നിലനിന്നിരുന്നതായ തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടും. ആരോഗ്യകരമായിരിക്കുന്ന പ്രയാസങ്ങൾക്കും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മുൻകാല ചെയ്തികളുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കാനും ഇടയുണ്ട്. പല കാര്യങ്ങളെപ്പറ്റിയും ചിന്തിച്ച് മനസ്സ് ആവശ്യമില്ലാതെ അസ്വസ്ഥമാക്കും. അസൂയാലുക്കളുടെ പ്രവർത്തനങ്ങൾ നിമിത്തമായിട്ട് പല പ്രതിബന്ധങ്ങളും വന്നു ചേരും എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലും കരുതൽ വേണ്ടതായുണ്ട്. ദേഹത്തിൽ മുറിവ് ചതവുകൾക്ക് ഇടയുള്ള സമയമായതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും മറ്റ് അപകടകരങ്ങളായിരിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവിങ്കിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പുരുഷസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും ശാസ്ത്രയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും നന്മ വരുത്തുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.